ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ മൂന്നാമത്തെ എപ്പിസോഡിലാകും ഗൈസ്. അതെ ഗൈസ്, നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡായിരിക്കണം. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഗൈസ്. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയിട്ട് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമ്മൾ ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് ഒരു അയൺ ആർമർ ഒപ്പിച്ചു. അതൊക്കെയായിരുന്നു ഗൈസ് കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ എപ്പിസോഡിലെ പരിപാടി. ഈ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. എക്സ്പ്ലോർ ചെയ്തപ്പോൾ കണ്ടായിരുന്ന ഒരു കേവ് ഉണ്ടായിരുന്നു. അതാണ്ടേ ഈ കേവ് സോംബിയുടെ സൗണ്ട്. ആ കേവ് നമുക്കൊന്ന് ഇറങ്ങി വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ നോക്കണം. ഇവിടുന്ന് ഒരു സോംബിയുടെ സൗണ്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ അടുത്ത് എവിടേക്ക് കുറെ കേവ് ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് അയൺ എടുക്കണം കഴിച്ച്. ആദ്യം നമുക്ക് തന്നെ പിക്കാക്സ് ഉണ്ടാകട്ടെ. ഫുഡില്ല, ഫുഡുണ്ട്, സ്റ്റോൺ ഇല്ല. കാരണം കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മാറി അതായിരിക്കും കാരണം. പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് പതുക്കെ ടോർച്ചില്ല കഴിച്ച്. നമുക്ക് കുറച്ച് കോളുകൂടെ ഒപ്പിക്കണം. കോള് നമുക്ക് 2 വില്ലേജിൻ്റെ അടുത്ത് ലൈഫില്ല കഴിച്ച്. ഹെൽത്തില്ല. കുറച്ച് തിരിച്ച് കയറി വരാൻ കുറച്ച് സ്റ്റോണൊക്കെ വേണം കഴിച്ച്. അപ്പം നമുക്ക് ഇതൊക്കെ തൂക്കിയെടുത്തിട്ട് പോവാം. അയ്യോ, ഹെൽത്തില്ലേ. എത്രയും മതിയായിരിക്കും നമുക്ക്. സൂക്ഷം പിക്കാക്സ് കൊട്ടി ശുഭ. എന്തായാലും തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫുഡ് അടിച്ചിട്ട് വന്നു. എന്താ പഴയ കണക്ക് മൈൻക്രാഫ്റ്റ് വീഡിയോ ഭയങ്കര മടി കഴിച്ചു. ഭയങ്കര മടി. ഇപ്പം വീഡിയോ ഇടാനേ തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ നമ്മൾ തിരക്കായി പോയി. കുറച്ച് പരീക്ഷയൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ ഈ ആഴ്ച അതിങ്ങനെ പോകും. നമുക്ക് നാളെ അത് കിട്ടില്ല. നാളെ നമുക്ക് വെറൈറ്റി ഗെയിം ട്രൈ ചെയ്യും. ഒരു വെറൈറ്റി ഗെയിം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ ഇടാം. നാളെ നമുക്ക് ആ ഗെയിം ഏതാണെന്ന് കാണിച്ചു തരാം. ഞാനത് ഉണ്ടാക്കുന്നു. ക്രാഫ്റ്റിംഗ് ഉണ്ടാക്കാനില്ലായിരുന്നു. വൈസ് നമുക്ക് 2 ടോർച്ച് കൂടെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ആ കേവിലോട്ട് അങ്ങ് ഇറങ്ങാം ഗൈസ്. ഈ വീഡിയോ ഞാൻ തുറന്നു നോക്കിയായിരുന്നു. ഇല്ല, അൺനോൺ മാപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഒരു കോമ്പസ് ഉണ്ട് ഗൈസ്. കോമ്പസ് നമുക്ക് ആവശ്യം വരും. പേപ്പർ ഇരിപ്പുണ്ട്, നമുക്ക് വന്നെടുക്കാം. പിന്നെ വന്നെടുക്കാം. ഈ ടോർച്ച് അങ്ങ് പൊട്ടിച്ചോണ്ട് പോവാം. 2 എണ്ണമായി, 3 എണ്ണമായി. ഇപ്പൊ തൽക്കാലത്തേക്ക് 3 എണ്ണം മതിയെന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് ശരിക്കും കേവലാകാൻ പേടിയാണ്. കുറേ മാസങ്ങൾ കൊണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. എന്നാലും എനിക്കിപ്പോഴും കേവിലിറങ്ങാനും ഒരു ഭയമാണ്. കാണാൻ ബ്രൈറ്റ്നെസ് കുറവാണെന്നുണ്ട് സംശയം. വീഡിയോ ബ്രൈറ്റ് 65 ഫുള്ളിടാം. കോളിരിക്കുന്നു. കുറച്ച് കോൾ എടുത്തോണ്ട് ആവശ്യം വരും നമുക്ക്. ഈ കോള് വെട്ടിയെടുത്തോണ്ട് പോവാം. കാര്യം ബഡിലൊക്കെ ഇരിപ്പുണ്ട്. ആവശ്യമുള്ള നിന്റെ സാധനം ഉണ്ടോയെന്നും അറിയത്തില്ല. അയ്യോ, തീർന്നു. ഇങ്ങോട്ട് വെള്ളമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് വെള്ളം. അപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും അടുത്ത കേവിലോട്ട് വെച്ച് പിടിക്കാം. ഇവിടെ അടുത്ത വെള്ളം ഉണ്ടായിരുന്നില്ലേ? ഏഴെണ്ണം മറന്നുപോയി. അവിടോട്ട് കുറച്ച് ഗ്യാപ്പ്. അവിടെ കുറച്ച് പോയിരിക്കുന്നു. ഇവിടെ വിട്ടെടുക്കുക. അവിടെ ഒരു ക്രീപ്പറും സോംബിയൊക്കെ നിൽക്കുന്നത്. ഇല്ല, റേഞ്ച് ആകത്തില്ല. ഇവിടെ കുറച്ച് കോളുണ്ട് വയസ്സ്. ഇത് വെട്ടിയെടുത്തോണ്ട് പോവാം. കോൾ അയ്യോ, 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ചത്തേനെ.
അതോ വരുന്ന എല്ലാം നമ്മളെ കിട്ടിയെടുക്കുന്നുണ്ട്. അവിടെ വല്ല സ്പോണറും ഉണ്ടോ? എന്ത് ഇഷ്ടം പോലെ മൂവ് ഇരിക്കുന്നുണ്ട് ആര്. അടുത്ത് ക്രീപ്പർ ഓട്ടുന്ന സൗണ്ടൊന്നും ഇല്ലല്ലേ? നമ്മളെല്ലാം നോക്കിയിട്ട് വേണം കഴിച്ചാൽ. അവിടെ കുറെ മോബ് ഇരിക്കുന്നുണ്ട്. ഡീസ്പോൺ ആക്കി കളഞ്ഞിട്ട് വരാം. അല്ലേ ഓടിയോ? രണ്ടെണ്ണം നീ ഇപ്പോൾ തട്ടി വിട്ടതേ ഉള്ളൂ. ഇനിയുണ്ട്. നമുക്ക് കോൾ എടുക്കാം. ഗ്രാവലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഗ്രാവൽ. നമുക്കിപ്പോൾ കുറച്ച് കോളിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് ടോർച്ചുണ്ട്. ഞാൻ ഇവിടുത്തെ കോളെല്ലാം എടുത്തിട്ട് വരും. ഒരു ക്രീപ്പർ ഇപ്പോൾ ഇവിടെ വന്ന് പൊട്ടി. എൻ്റെ പകുതി ലൈഫ് അങ്ങ് കുറഞ്ഞു. പാട്ടി. നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്കാക്കിയിട്ട് ടോർച്ച് ഉണ്ടാക്കാൻ കഴിയും. 16 കിട്ടി. നമുക്ക് എന്തായാലും അവിടെ നിന്ന് ലൈറ്റ് ചെയ്ത് വെച്ചേക്കും, ഇല്ലെങ്കിൽ ശരിയാവുന്നില്ല. ഓടിയോ? ഇവിടെ മൊത്തം ക്രീപ്പർ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഞാൻ പോകുന്നു. രാത്രി പേരൊന്നുമില്ല. എന്തായാലും നമുക്ക് കുറച്ച് കോള് കിട്ടി. രാത്രി ആവാറായില്ലയോ? രാത്രി. നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ കേവിനകത്തൂടെ പോയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് ഇതങ്ങ് ഇതാക്കാം. ടോർച്ച് ഫുള്ള് ടോർച്ചാക്കാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് കയ്യിരിക്കട്ടെ. നമുക്ക് അതിനെടുത്ത് സ്മെൽറ്റ് ചെയ്യേണ്ടി ഗൈസ്. അതിൻ്റെ അടിയിൽ ചെന്നു നമുക്ക് വേണ്ടുന്ന സാധനം വല്ലതും ഉണ്ടോ എന്ന് നോക്കി നമുക്ക് വെച്ചിട്ട് കോമ്പസ് കയ്യിരിക്കട്ടെ. കോമ്പസ് ചെയ്യാതില്ല. വീറ്റ് പിടിക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും കേവിലിട്ട് ഒരു കേവിൽ പോകാൻ എന്തൊക്കെ പ്രിപ്പറേഷൻ നോക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന മതിയായിരുന്നു. ഇവിടെ കൊണ്ട് ആരും അമ്മേ ഇപ്പം ചെത്താൻ വേണ്ട കഴിച്ചു. ഇതിങ്ങനെ ചുമ്മാ ഇതിലെ കൂടെ മറ്റേ വില്ലേജ് കണ്ടുപിടിക്കാൻ ഓടിപ്പോയി ഞാൻ തിരിച്ചതിലെ കൂടെ പോയായിരുന്നു. അപ്പം ഞാൻ കണ്ടതാണ് എനിക്ക് ഇങ്ങോട്ടൊന്നുമില്ലല്ലോ. ഇല്ല, എങ്ങോട്ട് പോകണം? രണ്ടിടത്തോട്ട് പോകണം. പിന്നെ കോള് മാക്സിമം നമുക്ക് എടുക്കാൻ നോക്കാം. അത്രയൊക്കെ മതി. നമുക്ക് ഇപ്പോൾ എല്ലാം വേണമെങ്കിൽ പിന്നെ എല്ലാം വന്നെടുക്കാം. അയ്യോ, രണ്ടെണ്ണം വേണ്ട. ടോർച്ചിനൊക്കെ ഭയങ്കര വിലയാണ്. ഇവിടെ എല്ലാം നമ്മുടെ ഫസ്റ്റ് പീസാണ് ഗൈസ്. ഒന്നുള്ളോ അല്ല ഗൈസ്, 3 4 5 6 7 ഇനിയുണ്ടോ 8 9 ലാഭയുണ്ടോ? ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ 9 എണ്ണം മാത്രമേ ഉള്ളൂ. ലാഭയെ തട്ടാതെ പതുക്കെ ആയിരിക്കും. നമ്മുടെ ലാഭയുണ്ട്. നമുക്ക് എപ്പോഴും ലാഭ ആവശ്യമുള്ളൂ. അങ്ങോട്ടെന്തോ വലിയ കുഴിയാന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഇങ്ങോട്ട് പോവാം. ലൈറ്റ് ചെയ്ത് പോകാൻ കഴിയും. ഒരടിക്ക് ആരാ ഹാർട്ടാക്കിയാ ഇവിടെ ഇത്ര വെള്ളം തോന്നുന്നു വയസ്സ്. അവിടുന്ന് കിട്ടിയേ എത്ര എണ്ണം കിട്ടി? 9 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും കറങ്ങി അപ്പുറത്തെ ലാവയുടെ മണ്ടയിൽ കൂടെ കുറച്ച് സാഹസം കാണിച്ചെങ്കിൽ അപ്പുറത്തിറങ്ങാം. അവിടെ വല്ലതും ഉണ്ടെങ്കിലോ? എങ്ങാനും വീണാ തീർന്നു. അല്ല, ഞാൻ നഷ്ടപ്പെടുന്നു. മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റത്തില്ല. ലാവയുടെ സൗണ്ട് നോക്ക്.
പുളും പുളും സൗണ്ട് സൂപ്പർ. വലിയ റിവീനാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ വന്ന എന്തായാലും ചിലപ്പോൾ നമുക്ക് അപ്പുറത്തെ വഴി ഇവിടെ പോകാം. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിക്ക് അപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് അത് വഴി കൂടെ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റുമോ നോക്കാം ഗൈസ്. കാണുമ്പോഴേ കഴിയും. ചത്ത നമ്മുടെ കൈ കിട്ടുമ്പോൾ വേണം എല്ലാം കൂടെ പോകും ഗൈസ്. ടോർച്ച് പൊട്ടിക്കാനായിട്ട് ഞാൻ മേലോട്ട് നോക്കിയത് അതായിരിക്കും മ്യൂസിക്. വീണ്ടും 1, 2, 3, 13 തന്നെയാണ്. അതാണ്ട് അടുത്ത് 4 ഒരു സോംബി വരുന്ന അതിന് വേണ്ടി തന്നെ തീർത്തേക്കാം. ചാടാനും പറ്റുന്നില്ല. അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ അയൺ കണ്ടുപിടിക്കാൻ കഴിച്ചു. ഇങ്ങനെ ഇരുന്ന സമയം പോകും, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ കുറച്ച് അയൺ കണ്ടുപിടിക്കട്ടെ. വീണ്ടും അയൺ. അപ്പം പിന്നെ നമുക്ക് അവിടെ ഇച്ചിരി അങ്ങോട്ട് പറയുമ്പോൾ പിന്നെയും 3 അയൺ കിട്ടി കഴിച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിറങ്ങി ഡീപ് സ്റ്റേൻ്റെ അല്ലെങ്കിൽ ഡ്രിപ്പ് സ്റ്റോൺ വരെ എത്തി. നമ്മുടെ പിക്കാക്സും പൊട്ടാറായി. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ പിക്കാക്സ് കൂടെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടെങ്കിൽ അതാണ് മുഖ്യം. ഇവിടെ വെച്ച് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ചിക്ക് ഉണ്ടാക്കി ഒരു ഫെർണസും ക്രാഫ്റ്റ് ചെയ്ത് അത് ഇങ്ങോട്ടും വെച്ച് ഇതെന്ത് ഫെർണസ് വെക്കാതെ എന്തൊക്കെയാണ് എൻ്റെ എടുത്ത് വരുന്നത്. ഫെർണസ് ക്രാഫ്റ്റ് ചെയ്ത് ഒരു ഫെർണസും ക്രാഫ്റ്റ് ചെയ്ത് അതെടുത്ത് ഇങ്ങോട്ട് വെച്ച് പിന്നെ അത് കോലോട്ട് ഒരു 3 അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകാം. ഇനി എന്തൊക്കെ താഴെ കാണും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഇൻവെൻട്രി ഒന്ന് സോർട്ട് ചെയ്തിട്ട് അതെടുത്ത് അങ്ങനെ അത് വെച്ച് അതിലോട്ട് അത്രയൊക്കെ മതി. ഫുഡടിക്കാം. പാക്കായിട്ട് വേണം കഴിച്ചപ്പോൾ നമ്മൾ ഫൈറ്റിനൊക്കെ ഇറങ്ങിപ്പോയി. 2 എണ്ണം ആയതേ ഉള്ളൂ. ഒരെണ്ണോടെ പെട്ടെന്നോട്ട് ഇവിടെ മതിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആവും മതി. അപ്പോൾ ഇത് പൊട്ടിക്കരുതുണ്ടോ? ആക്സ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ സ്റ്റോൺ പിക്കേഴ്സ് കൊണ്ട് തന്നെ പൊട്ടിക്കും. ഓക്കെ, ഇനി അങ്ങ് താട്ടോ. ഡ്രിപ്പ് സ്റ്റോൺ വെച്ച് ഡേഞ്ചറാണ്. ഈ സുന ഒന്ന് കൊണ്ടുവരും. സൗണ്ട് അങ്ങ് മാറി പെട്ടെന്ന്. ഗെയിമിൻ്റെ ഇത് ചെയ്യാനാണ് അവൻ്റെ അടുത്ത ക്രീപ്പർ. പൊട്ടി മാറുന്നത് നോക്ക്. നമ്മുടെ സാധാ ഓവറോളിലാണ് ഇപ്പോൾ എമ്പാണ്ട് പൊട്ടി മാറിയതിന് എന്തൊക്കെ വീണ്ടും അയൺ ഗൈസ്. ലാപ്പീസുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ എന്തൊക്കെയാ അറിയോ ഒരാൾ അടച്ചു വരും. ഇവിടെ നിന്ന് എന്താണ്ടൊക്കെ അവിടെ നിൽക്കും. ഇങ്ങോട്ട് മാറ്. ഇത് ഡേഞ്ചറാ. നമുക്ക് പിന്നെ പൊട്ടിച്ചങ്ങോട്ട് കയറാം. ഇപ്പോൾ പൊട്ടും പിക്കാക്സ്. ഞാൻ അയൺ വെട്ടി എടുത്ത് അവിടെ പിക്കാക്സ് ഉണ്ടാക്കിയില്ല. പറ്റി. കറക്റ്റ് സമയത്ത് തന്നെ പൊട്ടി. പിക്കാക്സ് ഉണ്ടാക്കി നമ്മുടെ ആദ്യത്തെ ലാപ്പീസ് കൂടെ നമുക്ക് കുടിച്ചെടുക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ അയൺ പിക്കാക്സ് ആയിട്ടുണ്ട്. റെഡ് സ്റ്റോൺ അവിടെ ഇരിക്കട്ടെ. റെഡ് സ്റ്റോൺ നമുക്ക് പതിയായി പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ആദ്യത്തെ ലാപ്പീസും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ്. തീർന്നാ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. 28 ലാപ്പീസ് നമുക്ക് കിട്ടിയേ. റെഡ് സ്റ്റോൺ അവിടെ ഇരിക്കട്ട്. അത് നമുക്ക് പതുക്കെ വന്നെടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ചേർത്താം. ഇവിടേക്ക് അടുത്ത വീഡിയോ തുടങ്ങുന്നതിന് മാക്സിമം ആയാലും നമ്മൾ സെറ്റാക്കി ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് മീ എന്നോട് സൈനിങ് ഓഫ് ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് J2K ഗെയിമിംഗ് ലൈവ് ആണ്. നമ്മൾ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എടുക്കാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. അപ്പം ഇറ്റ്സ് മീ എന്നോട് സൈനിങ് ഓഫ് ഗൈസ്.